ഹായ് എവ്രി വൺ. റംസാൻ്റെ അവസാന ദിവസങ്ങൾ. ഒരു മാസം എത്ര വേഗം കടന്നു പോയതല്ലേ. റംസാനിൽ വിചാരിച്ച പോലെ കൂടുതൽ വീഡിയോസൊന്നും ഇടാൻ പറ്റിയിട്ടില്ല ഗൈസ്. അതുകൊണ്ട് നമ്മളെ വീട്ടിൽ നടന്ന നോമ്പുതറ വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഒരു നോമ്പുതറ എന്ന് വരുമ്പോൾ നമ്മൾ എത്ര ഒരുക്കങ്ങളാണ് ചെയ്യാനുള്ളത് അല്ലേ. 2 ദിവസം മുന്നേ തുടങ്ങും ഓരോരോ കാര്യങ്ങൾ. അത് കുറച്ച് കൂടുതൽ പേരെ വിളിക്കുകയാണെന്ന് വെച്ചാൽ പിന്നെ പറയും വേണ്ട. അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാ വർഷവും ഇതുപോലെ നടത്തലുണ്ട്. അടുത്തുള്ളവരും കുടുംബത്തിലും വളരെ വേണ്ടപ്പെട്ടവരൊക്കെ വിളിച്ചിട്ട് നമ്മൾ നോമ്പ് തുറപ്പിക്കലുണ്ട്. അതൊരു 10-200 പേരൊക്കെ ഉണ്ടാവും സാധാരണഗതിയിൽ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ പരിപാടി വരുമ്പോൾ നമ്മൾ ഈ പുറത്ത് വെച്ചിട്ടാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുക. അത് വലിയ വലിയ ചെമ്പിലും അതുപോലെ മൺചട്ടിയിലും ഈ വിറകിലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണത്തിൻ്റെ ഒരു ടേസ്റ്റ് പറഞ്ഞു അറിയിക്കാൻ പറ്റില്ല. നമ്മൾ ഈ ഗ്യാസ് അടുപ്പിൽ മുറ്റത്ത് ഉണ്ടാക്കുന്ന ഈ വിറകിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം തമ്മിൽ ഒരുപാട് വ്യത്യാസമാണ്. അപ്പോൾ ഈ ബീഫിൻ്റെ പരിപാടിയൊക്കെ നമ്മളെ ഈ ആമിതാത്താണ് ഉണ്ടാക്കൽ കേട്ടോ. നമ്മളെ എല്ലാ പരിപാടിക്കും ആമിതാത്ത് ഉണ്ടാവും. അപ്പോൾ അവരുണ്ടാക്കുന്ന ഈ ബീഫിൻ്റെ ഒരു വരട്ടൊക്കെ ഉണ്ട് മക്കളെ, എന്തോ ഒരു ടേസ്റ്റാണ്, എന്താ പറയുക. പിന്നെ പിന്നെ നമ്മൾ അയൽവക്കത്തുള്ളവരും ഉണ്ടാവും, പിന്നെ എൻ്റെ സിസ്റ്റർ ഇൻ ലോസ് എല്ലാവരും ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മളെല്ലാവരും ഒരുമിച്ച് ഇതൊക്കെ ചേർന്ന് ചെയ്യുമ്പോൾ ഉള്ളൊരു സന്തോഷം അതൊക്കെ വേറെ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഉമ്മച്ചിയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുമോ, ആയിലെ മക്കളെ എന്ന്. ഭയങ്കര ടെൻഷനാണ്. അത് ഉറപ്പില്ല, ഉണ്ടാക്കുന്ന നമുക്കും ബേജാറാണ്. കാരണം എന്താ വെച്ചാൽ ആ നോമ്പ് തുറക്കുമ്പോൾ എല്ലാം അങ്ങോട്ട് റെഡിയായി വരണ്ടേ. ഈ മെയിൻ ഫുഡ് മാത്രമല്ലല്ലോ, ഈ സ്നാക്സും കാര്യങ്ങളും എല്ലാം അങ്ങോട്ട് ഒരേ ടൈമിന് റെഡിയായി വരണമല്ലോ. ഈ ഇറച്ചിയൊക്കെ ഇങ്ങനെ അടുപ്പത്ത് ഇടുന്ന വേവണ കാണുമ്പോൾ തന്നെ പഠിച്ചോനെ വേഗം ഒന്ന് ബാങ്ക് കൊടുത്താൽ മതി എന്നാണ് തോന്നാം. പിന്നെ നമ്മളെ വീട്ടിൽ അധിക പരിപാടിക്ക് നമ്മൾ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കൽ കേട്ടോ. പിന്നെ നോമ്പ് തുറ എന്ന് പറയുമ്പോൾ പത്തിരി ഇല്ലാത്ത പരിപാടിയില്ല. എനിക്കാണെങ്കിൽ പത്തിരി ഭയങ്കര ഇഷ്ടമാണ്. പത്തിരിനെ പോലെ തന്നെയാണ് ബീഫ് ഇല്ലാതെ നമുക്ക് ഒരു നോമ്പ് തുറ സങ്കല്പിക്കാനും കൂടി പറ്റില്ല. അത് ബീഫ് വരട്ടിയാലും ശരി, കറി വെച്ചാലും ശരി, അത് നല്ല ഈ കുരുമുളകൊക്കെ ഇട്ടിട്ട് അടിപൊളി ടേസ്റ്റാണ്. അത് വെന്തിങ്ങനെ അതിൻ്റെ ഒരു ആവി വരുമ്പോൾ ഉണ്ടല്ലോ, നോമ്പ് തുറന്നു അത്രക്കും എന്താ അതിൻ്റെ സ്മെല്ല്, എവിടെ എത്തുമെന്നറിയോ ആ സ്മെല്ല്. അങ്ങനെ നോമ്പ് തുറക്കാനുള്ള ടൈമായി. അങ്ങനെ ഓരോ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ സ്നാക്സും കാര്യങ്ങളും, ഈ ഉണ്ണക്കായ ഐറ്റം, സമോസ, കട്ട്ലേറ്റ്, ഇതൊക്കെ നമ്മളെ കോഴിക്കോടത്തെ മെയിൻ സാധനങ്ങൾ. അതോടൊപ്പം തന്നെ അലീസ, കിച്ചടി, പിന്നെ ഹലീം, ഷോർബ, ഇതൊക്കെ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഉണ്ടാക്കലാണ്. പിന്നെ ജ്യൂസ്, ഫ്രൂട്ട് സാലഡ്, അങ്ങനെ കുറേ ഐറ്റംസ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ പരിപാടി വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ അയൽവക്കത്തുള്ളവർ ഇവരൊക്കെ ഭയങ്കര ഹെൽപ്പിംഗ് ആണ്. നമ്മൾ തന്നെ മതി സപ്ലൈ ചെയ്യാനും ഒക്കത്തിനും നമ്മൾ തന്നെ മതി. ഭയങ്കര രസമാണ്. പണ്ട് തൊട്ടേ ഇങ്ങനെ തന്നെയാണ്. ഒരു പരിപാടി വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച്. പിന്നെ മെയിൻ ഫുഡ് പറഞ്ഞത് നമ്മളെ ബിരിയാണി തന്നെ, അത് ലഗോൺ ബിരിയാണിയാണ്. അങ്ങനെ നമ്മൾ ആദ്യത്തെ വലിയ നോമ്പ് തുറയൊക്കെ വളരെ റാഹത്തായിട്ട് കഴിഞ്ഞു. ഒരുപാട് പേരുണ്ടായിന്, എല്ലാവരും വന്നു, വളരെ സന്തോഷമായി. ഇതൊക്കെ തന്നെയല്ലേ സന്തോഷം. പിന്നത്തെ നോമ്പ് തുറ നമ്മളെ ഉപ്പാൻ്റെ വീട്ടിൽ, നമ്മളെ തറവാട്ടിലേനി. അത് അവിടുത്തെ ഒരു നോമ്പ് തുറ എന്ന് പറയുമ്പോൾ അത് വേറെ ഒരു വൈബൻ. തറവാട്ടിലെന്ന് പറയുമ്പോൾ ഞാൻ ജനിച്ച വീട് കേട്ടോ. അപ്പം ഇവിടെ നമ്മൾ ചെറുപ്പം തൊട്ടേ എന്താ പറയുക, നമ്മൾ എല്ലാവരും കൂടുമ്പോൾ ഉണ്ടല്ലോ എന്തോ ഒരു സന്തോഷമാണെന്ന് പറയുക. അതൊരു ഡബിൾ ഹാപ്പിനെസ്സാണ്. ഇന്നിപ്പം കുറേ പേരില്ല. എന്ന് വെച്ചാൽ എൻ്റെ ബ്രദേഴ്സ് ആണെങ്കിലും എൻ്റെ നെവ്യൂസ്, നീസസ്, ഇവരൊക്കെ കുറേ പേര് മിസ്സിങ് ആണ്. എല്ലാവരും പല സ്ഥലത്തും പഠിക്കാൻ പോയതും ജോലിക്ക് പോയവരും. പിന്നെ എൻ്റെ മക്കൾ തന്നെ ഇപ്പോൾ ഇതിൽ ഈ വീഡിയോയിൽ കാണില്ല. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം 4 തലമുറയാണ് കേട്ടോ. എൻ്റെ ഉമ്മച്ചി, മക്കൾ. ഈ റംസാനിന് എൻ്റെ മൂത്ത ബ്രദർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മൂത്ത ബ്രദറിനെ കാണുമ്പോൾ എൻ്റെ ഉപ്പാനെ കാണുന്ന പോലെയാണ്. അതുകൊണ്ട് തന്നെ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഭയങ്കര പെർഫെക്ഷൻ. എൻ്റെ ഉപ്പ അതുപോലെ ആയിരുന്നു, ഭയങ്കര പെർഫെക്ഷനാണ്. അത് ഇനിയിപ്പോൾ വീട്ടിലൊരു പരിപാടിയാവട്ടെ, എന്ത് കാര്യമാവട്ടെ, അത് അതിൻ്റെ രീതിയിൽ കറക്റ്റായില്ലെങ്കിൽ തീർന്ന്. പിന്നെ അടുത്തുള്ളവർക്കൊക്കെ നല്ല ചീത്ത കേൾക്കുകയും ചെയ്യും. പിന്നെന്താ പറയുക, അതുപോലെ തന്നെ 100 ഇരട്ടി സ്നേഹമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഇതുപോലത്തെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ അതിനെ പകരം വെക്കാൻ വേറെ ഒന്നുമില്ല. എനിക്കെന്താണെന്ന് വെച്ചാൽ വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ചെറുതോ വലുതോ എന്തായിക്കോട്ടെ, എനിക്ക് എൻ്റെ ഉപ്പാനെ ഞാൻ വേഗം ഓർക്കലുണ്ട്. അത് പറയൂല, എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഉപ്പ മരിച്ചിട്ട് ഏകദേശം ഒരു 28 വർഷത്തോളമായി.
എൻ്റെ ഉപ്പ എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും ഫേവററ്റാണ്. അപ്പം എൻ്റെ ഉപ്പ 2 പേരക്കുട്ടികളെ കാണാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ ഉണ്ടായ പേരക്കുട്ടികളൊന്നും കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. പിന്നെ ആ പേരക്കുട്ടികൾക്ക് പിന്നെയും കുട്ടികളുണ്ടായിട്ടുണ്ട്. അങ്ങനെ 4 ജനറേഷൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പം ഇങ്ങനൊക്കെ എൻ്റെ ഉപ്പാനെ ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ക്ലോസ്ലി കണക്റ്റഡ് ആയിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ വിട്ട് പോകുമ്പോൾ ആ വിഷമം കാലാകാലം ഉണ്ടാവും. അത് ഒരു പക്ഷെ നമ്മൾ എന്നും അവരെ ഓർക്കണം എന്നില്ല, എങ്കിലും കൂടിയിട്ട് ചില ഒക്കേഷൻസൊക്കെ വരുമ്പം അത് അവരെ നമ്മളെ മനസ്സിൽ വരും, അത് ഉറപ്പാണ്. സോ താങ്ക് യു ഗൈസ്. എല്ലാവർക്കും സന്തോഷം സമാധാനം ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ ലോകത്തുള്ള എല്ലാവർക്കും സമാധാനം ഉണ്ടാവട്ടെ. നിങ്ങളെ റംസാനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഈദ് മുബാറക് ടു എവ്രി വൺ.